സർ, ഇറാൻ്റെ ഇനിയുള്ള ഭാവി എന്തായിരിക്കും? ഇറാൻ്റെ ഇനിയുള്ള ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡാർക്കായിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ യുദ്ധത്തിന് തലവരുന്നെങ്കിൽ അവർ മാത്രം വിചാരിച്ചാൽ പോരാ. ഹിസ്ബുള്ളയുടെ പ്രശ്നം അവിടെ നിൽക്കുന്നത്. അവർ ഇവിടെ ലെബനോണിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ പ്രതികരിക്കാതിരിക്കില്ല. ഇസ്രായേൽ പ്രതികരിക്കുമ്പോൾ അവിടെ മാത്രമായിരിക്കില്ല, അത് ഇറാനെ ബാധിക്കും. ആ സമയത്ത് US-ന് ഇറാനെ സംരക്ഷിക്കേണ്ട ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം അവർക്കുണ്ടല്ലോ. പിന്നെ US-നെ സംബന്ധിച്ച് ലോങ് ടൈം പ്ലാനാണുള്ളത്. അവർക്ക് എങ്ങനെയെങ്കിലും ഇറാൻ ഇത്ര വലിയ ഓയിൽ റിച്ച് ആയിട്ടുള്ള സ്ഥലം കസ്റ്റഡിയിലാക്കുക, ഇപ്പോൾ വെനിസ്വേലയാക്കിയ പോലെ തന്നെ കസ്റ്റഡിയിലാക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം അവർക്ക് സാധിക്കുമെങ്കിൽ ഹിസ്ബുള്ളയെ കൊണ്ടുള്ള അറ്റാക്ക് അവർ നിർത്തലാക്കാനായിട്ട് ശ്രമിച്ചാൽ അവർക്ക് ഭാവിയുണ്ട്. ഇപ്പോൾ IRGC തന്നെ ഇവരുടെ കൺട്രോളിലല്ല. ഗവൺമെൻറ്റിന് അതിൻ്റെ മേലെ യാതൊരു കൺട്രോളും ഇല്ല. അവർ തന്നെ 3 ഡിവിഷനുകളായിട്ട് 36 അങ്ങനെ എന്തോ ഡിഫറെൻറ്റ് ബറ്റാലിയൻസ് ആയിട്ട് അവർ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ അനവധി ലീഡർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അനവധി ഡിവിഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവരിത് ആരും പറഞ്ഞാൽ കേൾക്കുന്നവരല്ല. കാരണം ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെങ്കിലല്ലേ ഗവൺമെൻറ്റിന് അവരുടെ മേലെ പവറുള്ളൂ. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഷിപ്പ് തടഞ്ഞു വയ്ക്കുക, നമ്മുടെ ഭാരതത്തിൻ്റെ ഷിപ്പ് നേരെ ഷൂട്ട് ചെയ്യുക, ഇങ്ങനത്തെ ഈ എല്ലാം ഒരു റൗഡിസം പോലത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വരുന്ന ആ കാര്യങ്ങളെ നിലയ്ക്ക് നിർത്താൻ സാധിക്കാത്തിടത്തോളം കാലം ഇറാൻ്റെ ഭാവി ഡാർക്കായിരിക്കും. അതല്ലാതെ അവർക്ക് വേറെ നിവൃത്തിയില്ല. കാരണം US-നെ സംബന്ധിച്ച് US-ന് ലോങ് ടൈം പ്ലാൻ ഉണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ നിയന്ത്രണത്തിലാക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവർ അഗ്രസീവായിട്ട് ഒഫെൻസീവായിട്ട് വന്നിട്ട് രാജ്യത്തിനെ ആക്രമിക്കുന്ന പതിവ് അവർക്കില്ല. അവരെപ്പോഴും ഡിഫെൻസീവാണ്. അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇറാൻ വളരെ ഒരു ഡിസിപ്ലിൻഡ് രാജ്യമായിട്ട് മാറാത്തിടത്തോളം കാലം ഈ ഇഷ്യൂ തുടർന്നുകൊണ്ടേയിരിക്കും. അവരുടെ ഭാവി ഡാർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഇടപെട്ടിട്ട് പാകിസ്ഥാൻ ഒരു മീഡിയേറ്റർ ആവാൻ നോക്കുന്നുണ്ടല്ലോ. പാകിസ്ഥാൻ്റെ വെറുതെ ആഗ്രഹമാണ്. അവർക്ക് മീഡിയേറ്റർ ആവാനൊന്നും സാധ്യമല്ല. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ചിലർ പറയുന്ന പോലെ ചായയും വടയൊക്കെ കൊടുക്കുക എന്നുള്ളതിനപ്പുറമുള്ള ജോലിയൊന്നുമില്ല. അതിന് ഇവർ രണ്ടുപേരും നേരിട്ട് ചർച്ച ചെയ്യുന്നില്ലല്ലോ, ഇറാനും US-ഉം കൂടി. പാകിസ്ഥാനെ പറയുന്നത് പാകിസ്ഥാൻ ഇവിടെ കേട്ടത് അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അവിടെ കേട്ടത് ഇപ്പുറത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനത്തെ ഒരിതാണ്. പാകിസ്ഥാനിൽ അങ്ങനെ ഇത്തരത്തിലൊരു കാര്യങ്ങൾ മീഡിയേറ്റ് ചെയ്യാനുള്ള പവറൊന്നുമില്ല, അതിനുള്ള കഴിവുമില്ല അവർക്ക്, ഡിപ്ലോമാറ്റിക് കഴിവ്. പക്ഷേ ഇത് എത്ര ഡിപ്ലോമാറ്റിക് കഴിവുള്ള ആളായാലും ഇതൊരു കോംപ്ലക്സ് സിറ്റുവേഷനാണ് ഇറാനിലുള്ളത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് യുദ്ധമാണ് രണ്ട് ആൾക്കാർ തമ്മിലുള്ളത്. അത് പിന്നെയും ആർക്കെങ്കിലും വേണമെങ്കിൽ മീഡിയേറ്റ് ചെയ്യാം. പക്ഷെ അവിടെ മീഡിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? രണ്ടുപേർക്കും വ്യക്തമായുള്ള വെസ്റ്റേൺ ഇൻട്രസ്റ്റുകളുണ്ട്. അപ്പോൾ അതിലും കോംപ്ലിക്കേറ്റഡ് അല്ലേ ഇത്? ലെബനൻ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നു, ഹിസ്ബുള്ള ഇൻവോൾവ് ആയിരിക്കുന്നു, IRGC ഇൻവോൾവ് ആയിരിക്കുന്നു, ഇസ്രായേൽ ഇൻവോൾവ് ആയിരിക്കുന്നു. അപ്പോൾ അത് പാകിസ്ഥാൻ അതൊന്ന് ഞങ്ങൾ എന്തോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം അവർക്ക് ഇതിന് മീഡിയേറ്റ് ആയിട്ട് ഈ പ്രശ്നം തീർക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറാനിലെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലെ തീരുമാനങ്ങളൊക്കെ എങ്ങനെ പോകും? അതോ ഇതേപോലുള്ള ഭീകരവാദ സംഘടനകളെ ഡിപ്പെൻഡ് ചെയ്ത് പോവുമോ? അതോ അതാണ് ഇനിയിപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ഭീകരവാദ സംഘടനകളാണോ സർക്കാരാണോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ ആരുടെ കയ്യിലാണ് അതിൻ്റെ ചരട് എന്നുള്ളത് തെളിയിക്കാൻ പോണ കാലം വരാൻ പോകുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഈ പ്രൈവറ്റ് ആർമിയൊക്കെ ഒരിക്കൽ കയറൂരി വിട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കുപ്പിയിലാക്കി അടയ്ക്കാൻ സാധിക്കില്ല. പക്ഷെ ഇവർക്കൊക്കെ പറ്റുന്ന അബദ്ധങ്ങൾ ഇതാണ്. ചില പ്രത്യേക കാലഘട്ടത്തിൽ പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരിതൊക്കെ ചെയ്യും. പ്രൈവറ്റ് ആർമികളെയും ഇതേപോലത്തെ ആളുകളെയൊക്കെ വളർത്തും, പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസാനം ഭസ്മാസുരന് വരം കൊടുത്ത പോലെ അവർ പിന്നെ ഇവർ പറഞ്ഞാൽ ആരാണ് അവരെ സൃഷ്ടിച്ചത് അവർ പറഞ്ഞത് അവർ കേൾക്കില്ല. ഇപ്പം നമുക്ക് തന്നെ ഭാരതത്തിൽ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഖാലിസ്ഥാൻ്റെ.
ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും കൂടിയാണ് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അന്നത്തെ ജനതാ പാർട്ടി ഗവൺമെൻറ്റിനെ വീഴ്ത്താനായിട്ട്. അവസാനം ബിന്ദ്രൻപാലെ അങ്ങ് ശക്തനായി വന്ന് ഇവർ പറഞ്ഞാൽ കേൾക്കില്ല. മീഡിയേറ്റർ അയച്ച സമയത്ത് മീഡിയേറ്റർ പോയി പണി നോക്കാൻ പറഞ്ഞു. അത് ഖുഷ്വന്ത് സിംഗിൻ്റെ പഞ്ചാബ് ഇഷ്യൂസിനെ പറ്റിയുള്ള എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഞ്ചാബ് ട്രാജഡി എന്ന ബുക്കിൻ്റെ പേര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഉറപ്പില്ല. ആ ബുക്കിൽ പറയുന്നുണ്ട് സ്വരൺ സിംഗിനെ ചർച്ചയ്ക്ക് അയച്ചു ബിന്ദ്രൻപാലയുടെ അടുത്ത് ഡൽഹിയിൽ. അന്നത്തെ ഏറ്റവും സീനിയറായ കോൺഗ്രസ് ലീഡറും കേന്ദ്രമന്ത്രി, എത്രയോ വർഷം രാജ്യരക്ഷാ മന്ത്രിയും വിദേശകാര്യമന്ത്രിയൊക്കെ ആയിട്ടുള്ള സ്വരൺ സിംഗിനെ അയച്ചു. സ്വരൺ സിംഗ് അപ്പോൾ ഇവർ പഞ്ചാബി ആൾക്കാർ കട്ടിലേക്ക് ഇരിക്കും, അങ്ങനെ സംസാരിക്കുക, ചെയറിൽ നമ്മളിരിക്കുന്ന പോലെ ഇരിക്കുക. അപ്പോൾ ഗസ്റ്റിന് വേണമെങ്കിൽ ഒരു ചെയറുണ്ടാവും. അപ്പോൾ ബിന്ദ്രൻപാല ചെയറിൽ കട്ടിലിരിക്കുന്നു, സ്വരൺ സിംഗ് എന്ന് കസേരയിൽ എന്ന് പറഞ്ഞാൽ നടക്കില്ല, താഴെ ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ സന്താണ്, അവരങ്ങനെ പറയാം, സന്ത് എന്നാണ് പറയുക. സന്തിൻ്റെ മുന്നിൽ സാധാരണ സന്തല്ലാത്ത ഒരാൾ ചെയറിലിരിക്കാൻ പാടില്ല, താഴെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ സ്വരൺ സിംഗിനെ ഇരിക്കേണ്ടി വന്നു. അതെന്താ കാര്യം, ഒരിക്കൽ ഈ സർവശക്തരായിട്ട് ഈ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ആർമികളെ, ടെററിസ്റ്റുകളെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ തിരിച്ച് അവരെ അനുസരിപ്പിക്കാനായിട്ട് എളുപ്പമല്ല. അതാണ് ഇറാനിന്ന് പറ്റിയിരിക്കുന്നത്. ലെബനന് പറ്റിയിരിക്കുന്നത് ഈ ഹിസ്ബുള്ളയ്ക്ക് അവരുടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലേ. ലെബനൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരായിട്ട് മിസൈൽ അയക്കുന്നത്, അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ്റെ പൂർണ്ണമായൊരു പതനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനിയൊരു ഉയർത്തെഴുന്നേപ്പോ അല്ലെങ്കിൽ ഇനിയൊരു പുനരുദ്ധാരണമോ ഒന്നും ഇറാനിൽ അത്ര എളുപ്പമല്ല. ഒരു നല്ലൊരു ഭരണകൂടത്തിനെ കൊണ്ടുവരാൻ പറ്റില്ല മുന്നോട്ട്. നല്ല ഭരണകൂടത്തിൻ്റെ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ ഇറാഖിൽ സദാം ഹുസൈനെ മാറ്റിയ സമയത്ത് വരുന്ന ഒരു ഭരണകൂട എന്താ പറയുക, ഒരു ചേഞ്ച്, റൂൾ ചേഞ്ച് അവർക്ക് വരുത്താൻ പറ്റി. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ആളെ ഭരിക്കുക, അതാണ് ചേഞ്ച് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതിനെന്താ കാര്യം എന്ന് വെച്ചാൽ, ഇറാഖ് അതിര് കവിഞ്ഞ റിലീജിയസ് ഫണ്ടമെൻ്റലിസ്റ്റ് കൺട്രി ആയിരുന്നില്ല. അയാൾ നമ്മളിപ്പോൾ സെക്യുലറിസം എന്ന് പറയുന്ന കുറേയൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ അവിടുത്തെ തന്നെ പോപ്പുലേഷൻ്റെ വലിയൊരു പോർഷൻ ക്രിസ്ത്യൻസാണ്. ഇപ്പം അന്നത്തെ ഇറാഖ് വാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ക്യുവൈറ്റ് ഇൻവേഷനും അത് കഴിഞ്ഞ ശേഷം ഓപ്പറേഷൻ തണ്ടസം എന്ന് പറഞ്ഞിട്ട് US ക്യുവൈറ്റിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ യുദ്ധമൊക്കെ ഉണ്ടല്ലോ 91 ആ കാലത്ത്. ആ കാലഘട്ടത്തിൽ ഈ സദാം ഹുസൈന് വേണ്ടി സംസാരിക്കുന്ന ആൾ താരിഖ് അസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു, ഫോറിൻ മിനിസ്റ്റർ. അപ്പോൾ പേരെ കേൾക്കുമ്പോൾ നമ്മൾ മുസ്ലിമാണെന്നല്ലേ വിചാരിക്കുന്നുള്ളൂ. പക്ഷേ ഈ വാസ ക്രിസ്ത്യൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ആൾ. പിന്നെ ഇന്ത്യയായിട്ട് നല്ല റിലേഷനായിരുന്നു സദാം ഹുസൈന്. അവിടെ ബാഗ്ദാദിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ റോഡുണ്ട്. അങ്ങനെ അദ്ദേഹം ഫോറിൻ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അവിടെ പോയത് കാലത്ത് 78 കാലത്ത്. അപ്പോൾ സെക്യുലർസ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എളുപ്പമായിരുന്നു. കാരണം ജനങ്ങൾ റിലീജിയസ് ആയിട്ട് അങ്ങനെയുള്ളൊരു ഫനറ്റിക്കായുള്ളൊരു ബന്ധമല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവർ വളരെ റിലീജിയസ് ആയിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓവറായിട്ട് സർചാർജഡായിട്ടുള്ളൊരു റിലീജിയസ് സ്വഭാവമാണ് അവർക്കുള്ളത്. അപ്പോൾ ആ റിലീജിയസ് സ്വഭാവമാകുമ്പോൾ ഇവർ പറഞ്ഞാൽ ഒരു ചീഫിനെ ഇപ്പോൾ ഖമേനിയെ കൊന്നുമ്പോൾ എല്ലാ പ്രശ്നം തീരുമെന്ന് അവർ വിചാരിച്ചു. അപ്പോഴേക്കും ആൾക്കാരെ കൂടി തെരുവിലിറങ്ങി ഇവർക്കെതിരായിട്ട് വരും എന്നൊക്കെ വിചാരിച്ചു. ഒന്നും സംഭവിച്ചില്ലല്ലോ. പകരം മറ്റൊരാൾ വന്നു. കാരണം അവർക്ക് മതപരമായിട്ട് ഭ്രാന്ത് പിടിച്ച ആൾക്കാരെ ഒരു ലീഡറെ കൊന്നതിൻ്റെ പേരിൽ ഇല്ലാതാക്കാൻ പറ്റില്ല. അവിടെയാണ് ട്രംപിന് പറ്റിയ പരാജയം, പറ്റിയ അബദ്ധം എന്ന് പറയാം. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചെയ്യാവുന്ന, ഞാൻ ഇതിനു മുമ്പും ചില ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ട്രംപാണ് ഇപ്പം യുദ്ധം നിർത്തേണ്ട ഒരു സമയമാണ്. ഞങ്ങൾ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തകർത്തു, അവർ ഖമേനിയെ വധിച്ചു, അപ്പം ഇന്ന് അവർക്കൊന്നും ഇല്ലാതായി, അത് ഞങ്ങൾ നിർത്തുകയെന്ന് പറഞ്ഞാൽ ലോക സമാധാനത്തിന് ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും ട്രംപ് ചെയ്യുന്നത്. പക്ഷേ ട്രംപിൻ്റെ സ്വഭാവം അനുസരിച്ച് ട്രംപ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതേസമയം ഒരു ഓൾ ഔട്ട് വാറിന് ട്രംപ് ഇപ്പോഴും മാനസികമായിട്ട് തയ്യാറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ കരയുദ്ധം എന്ന് പറയില്ല, ലാൻഡ് വാർ, കരയുദ്ധത്തിന് ഇപ്പോഴും ട്രംപ് തയ്യാറായിരുന്നു എനിക്ക് തോന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. കാരണം ഷിപ്പ് വഴി അവിടെ ആളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ പാരഷൂട്ട് വഴി ഇറക്കാന്ന് പറഞ്ഞാൽ ആ സമയത്ത് വരുമ്പോൾ തന്നെ അവർക്ക് വേണമെങ്കിൽ കൊല്ലാൻ പറ്റും. കാരണം അവർ അത്ര വലിയ അമേരിക്ക ഒരു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു കടന്ന് പെട്ടെന്നൊരു ആക്രമണം ബുദ്ധിമുട്ടാണ് അല്ലേ? ശരിക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ക്യാമ്പുകൾ ഉദ്ദേശിച്ചിട്ട് ഇവർക്ക് മിസൈൽ അയക്കാമെന്നല്ലേ ഉള്ളൂ.
അല്ല, കരയുദ്ധം എന്ന് പറഞ്ഞാൽ ഇവരുടെ ലാൻഡിൽ തന്നെ കയറണ്ടേ. ഇപ്പോൾ ഖാർഗ് ഐലൻഡ്, ഇവരേറ്റ് ഇറാൻ ഓയിലിൻ്റെ 90% ഉള്ള സ്ഥലം ഖാർഗ് ഐലൻഡാണ്. അപ്പോൾ ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കണമെങ്കിൽ എയർ അറ്റാക്ക് കൊണ്ട് പറ്റില്ല, ലാൻഡ് വാർ തന്നെ വേണം. അപ്പോൾ ലാൻഡ് വാർ ഈസ് നോട്ട് എൻ ഈസി ജോബ്, നോട്ട് എൻ ഈസി ടാസ്ക്. അതുകൊണ്ട് US സംബന്ധിച്ച് ട്രംപിന് ഒരു ബുദ്ധിയുടെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലായി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ സമയത്ത് ഇസ്രായേലിനെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടി വരും. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയുടെ അറ്റാക്ക് ഉണ്ടായിരുന്നിടത്തോളം കാലം ഇസ്രായേലിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അതൊരു പ്രശ്നമാണ്. ഇറാനെ സംബന്ധിച്ച് അവർ വലിച്ചു വെച്ച ഒരു വയ്യാവേലി എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, വയ്യാവേലിയാണത്. കാരണം ഇസ്രായേലായിട്ട് ഒരു കോമൺ ബോർഡർ ഇല്ലേ ഇവർക്ക്. പിന്നെ എന്തിനാ ഇവർ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു? ഇസ്രായേലിൻ്റെ മരണമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഖമേനി പ്രഖ്യാപിക്കുക. അതിൻ്റെയൊക്കെ എന്താ ആവശ്യം? അവരവിടെ ജീവിച്ചതെന്ന് വിചാരിച്ചാൽ പിന്നെ കോമൺ ബോർഡർ ഉണ്ടെങ്കിൽ ഓക്കെ, ബോർഡറിൽ വന്നപ്പോൾ നമുക്ക് ബംഗ്ലാദേശുകാരായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാനായിട്ട് ചൈനയായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ പറയാം. പക്ഷെ ഇത് ബോർഡറും ഇല്ല കോമൺ ആയിട്ട്. ഈ എയർ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ജോർഡൻ്റെ മുകളിൽ കൂടിയാണ് പരസ്പരം അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇറാൻ ശരിക്കും തലയിൽ വലിച്ചു വെച്ച വയ്യാവേലി അത്. പക്ഷെ ഇപ്പം എന്ത് പറ്റുന്നു, ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ലാത്ത 2 പേരല്ല 3 പേര് 4 പേര് 5 പേരായില്ലേ. ഇസ്രായേൽ ഉണ്ട്, US ഉണ്ട്, ഇറാൻ ഉണ്ട്, IRGC ഉണ്ട്, ഹിസ്ബുള്ള ഉണ്ട്, പാവം ലെബനൻ ഗവൺമെൻറ് അവിടെ ഉണ്ട്. അവർക്ക് ഈ ഹിസ്ബുള്ളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ ഒരു സാധനം സങ്കീർണമാവാമോ അത്രത്തോളം സങ്കീർണമായി. ഇനിയിപ്പോൾ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ ഇയാൾ എനിക്ക് നോബൽ പ്രൈസ് കിട്ടണമെന്നൊക്കെ പറഞ്ഞ് സമാധാനത്തിന് കിട്ടണമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു നടന്നിരുന്നല്ലോ. അപ്പോൾ പാകിസ്ഥാനിന് ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയേറ്ററായിട്ട് വന്നാലും വലിയ കാര്യമൊന്നുമില്ല. കാരണം പാകിസ്ഥാൻ എടുത്തു വയ്ക്കുന്ന ഏറ്റവും വലിയ ഒരു മണ്ടൻ തീരുമാനമായിരിക്കും ഇസ്ലാമാബാദിൽ വെച്ചുള്ള ഈ മീറ്റിങ്ങുകൾ. അത് പാകിസ്ഥാൻ ഒന്നും സാധിക്കില്ല. അവർ പിന്നെ ഞങ്ങളെന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യണതാണ്. അത് ഭാരതത്തിനുള്ളൊരു മത്സരമാണ്. നിങ്ങളുടെ മോഡി വലിയ അന്താരാഷ്ട്ര ലീഡറായിട്ട് പറ്റില്ല, ഞങ്ങൾ വിചാരിച്ചാൽ ചിലതൊക്കെ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യണതാണ്. പക്ഷെ അത് അവരുടെ വാക്കിനൊക്കെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ആരാ വില കൽപ്പിക്കുന്നത്? ആ സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നു. ഇപ്പം എനിക്ക് 2 ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലൊരു മുറിയിൽ എൻ്റെ ലിവിങ് റൂമിൽ വിളിച്ചിരുത്തി സംസാരിക്കുന്നത്, ഞാൻ സ്ഥലം കൊടുക്കുന്നു, എൻ്റെ വൈഫ് അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അത്രയല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂവെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പ്രസക്തിയുണ്ട്. ഇതിപ്പോൾ ഇവർ പറഞ്ഞതിൻ്റെ പേരിൽ അവർ കേൾക്കുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അത്ര ശക്തമായ രാജ്യമല്ല പാകിസ്ഥാൻ. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ മീഡിയേഷൻ ഒന്നും എവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4Nലും കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.